Hello everyone. Today we are going to discuss about the previous year questions. ഡിസംബർ 2018 നടന്ന TOCയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Consider the following two languages. L1 is equal to x such that for some y with the length of y എന്ന് പറയുന്നത് which is equal to 2 power length of x and xy element of L ആണ്. L എന്ന് പറഞ്ഞാൽ റെഗുലർ ലാംഗ്വേജ് ആണ്. ദെൻ L2 എന്നുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് x such that for some y such that length of x which is equal to length of y, xy element of L and L is regular language. അപ്പം നമുക്ക് L1ഉം L2ഉം റെഗുലർ ലാംഗ്വേജ് ആണോ അല്ലയോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിൽ L1ൻ്റെ കേസിൽ നമ്മൾ എക്സിന് ആദ്യം 1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദെൻ എക്സിന് നമ്മളിനി 2 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ വൈക്ക് വാല്യൂ എന്ന് പറയുന്നത് 4. ഇനി എക്സിന് 3 കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 8. ദെൻ എക്സിന് 4 കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 16. അതായത് നമ്മൾ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ വൈക്ക് 2, എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ 4, ദെൻ എക്സിന് 4 കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 16. അതായത് എല്ലാ കേസിലും ഇല്ല, ചില വാല്യൂസിൽ മാത്രം, ചില എക്സിൻ്റെ വാല്യൂസിൽ മാത്രം നമുക്കൊരു സീരീസ് കിട്ടുന്നുണ്ട്. അതായത് എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ 2, എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ വൈയുടെ വാല്യൂ 4, ദെൻ എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈയുടെ വാല്യൂ 16. അങ്ങനെ ഒരു സീരീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് റെഗുലർ ആണ്. L1 എന്നുള്ള ലാംഗ്വേജ് റെഗുലർ ആണ്. ദെൻ L2 എടുക്കുകയാണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് ഫോർ സം വൈ സച്ച് ദാറ്റ് ലെങ്ത് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് വൈ. ചില കേസിൽ എക്സിൻ്റെയും വൈയുടെ ലെങ്ത് സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ എക്സിന് 1 എന്നുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ വൈക്കും 1 ആയിരിക്കും കിട്ടുന്നത്. എക്സ് 2 എടുക്കുകയാണെങ്കിൽ വൈ 2, എക്സ് 3 എടുക്കുകയാണെങ്കിൽ വൈ 3, എക്സ് 4 എടുക്കുകയാണെങ്കിൽ വൈ 4. അതായത് സെയിം വാല്യൂസ് തന്നെ, അതായത് ഒരു സീരീസ് ഓർഡറിൽ, ലീനിയർ ഓർഡറിൽ കിട്ടുന്നുണ്ട്. എക്സ് 1 വൈ 1, 2 2, 3 3, 4 4. അപ്പോൾ അതെന്ന് പറയുന്നത് റെഗുലറാണ്. അപ്പം L2 റെഗുലർ ലാംഗ്വേജ് ആണ്. അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് L1 ആൻഡ് L2 ആർ റെഗുലർ ലാംഗ്വേജസ്. The number of substring that can be formed from the string given by A, D, E, F, B, GHNMP. അതായത് നമ്മളിവിടെ എത്ര നമ്പർ ഓഫ് സിമ്പിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. 1 2 3 4 5 6 7 8 9 10. നമുക്കിവിടെ 10 സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് സബ്സ്ട്രിങ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n×n+1/2 + 1 രണ്ടും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ, അപ്പം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10. 10 × 10 + 1 എന്ന് പറഞ്ഞാൽ 11. 10 × 11/2 + 1. 10 × 11/2 മീൻസ് 10/2 എന്ന് പറയുന്നത് 5. 5 × 11 55. 55 + 1 എന്ന് പറഞ്ഞാൽ 56. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. നമ്മൾ ആ നമ്പർ ഓഫ് സബ്സ്ട്രിങ് കണ്ടുപിടിക്കാനുള്ള ആ ഇക്വേഷൻ കൊടുത്താൽ മാത്രം മതി. n×n+1/2 + 1 നൾ സ്ട്രിങ്ങിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. കൺസിഡർ ദ ഫോളോയിങ് ലാംഗ്വേജ്. ഇവിടെ നമുക്ക് 2 ലാംഗ്വേജസ് തന്നിട്ടുണ്ട്, L1 ആൻഡ് L2. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അതിൽ ഏതൊക്കെ ലാംഗ്വേജ് ആണ് കോണ്ടെക്സ്റ്റ് ഫ്രീ എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ L1 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു A⁻n+m B⁻n A⁻m സച്ച് ദാറ്റ് n, m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മളൊരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് പറയുകയാണെങ്കിൽ അത് പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പുഷ് ഡൗൺ ഓട്ടോമേറ്റയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ A⁻n+ അത്ര എലമെൻസിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കുന്നു. ദെൻ അത്ര n നമ്പർ ഓഫ് ബീസിനെ പോപ്പ് ചെയ്ത് കളയുന്നു, m നമ്പർ ഓഫ് എസിനെ പോപ്പ് ചെയ്ത് കളയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാക്ക് ആവശ്യമാണ്. അപ്പോൾ ആ L1 എന്നുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ സ്റ്റാക്കിലോട്ട് എത്ര നമ്പർ ഓഫ് A⁻n+m നമ്പർ ഓഫ് എലമെൻറ്റ്സ് പുഷ് ചെയ്യുന്നു. ദെൻ അതിനകത്തുനിന്ന് നമ്മൾ n നമ്പർ ഓഫ് ബീസിനെ പോപ്പ് ചെയ്ത് കളയുന്നു, ദെൻ m നമ്പർ ഓഫ് എസിനെയും പോപ്പ് ചെയ്ത് കളയുന്നു. അപ്പോൾ അതായത് ആ സ്ട്രിങ് ആക്സെപ്റ്റ് ആയി എന്നാണ്
മീൻ ചെയ്യുന്നത്. അപ്പോൾ L1 എന്നുള്ള ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ്. ദെൻ L2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ a⁻n+m b⁻n+m then a⁻n+m such that n, m greater than or equal to 0. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ആ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം n+m നമ്പർ ഓഫ് എലമെൻസിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നു, പിന്നെ n+m നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബിയെ പോപ്പ് ചെയ്ത് കളയുന്നു. ദെൻ പിന്നെ നമ്മൾ n+m നമ്പർ ഓഫ് എലമെൻസിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ L2 എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓൺലി L1 ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. കൺസിഡർ ദ ഫോളോയിങ് പ്രോബ്ലംസ്. അപ്പോൾ നമുക്കിവിടെ 3 പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് ഡിസൈഡബിൾ ആൻഡ് അൺഡിസൈഡബിൾ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വെദർ എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഹാൾട്ട് ഓൺ ഓൾ ഇൻപുട്സ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈഡബിൾ പ്രോബ്ലമാണ്. ദെൻ വെദർ എ ഗിവൺ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഈസ് റെഗുലർ. ഇതെന്ന് പറഞ്ഞാൽ അൺഡിസൈഡബിൾ ആണ്. ദെൻ വെദർ എ ട്യൂറിംഗ് മെഷീൻ കമ്പ്യൂട്ട് ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. ദിസ് ഈസ് ആൾസോ അൺഡിസൈഡബിൾ പ്രോബ്ലം. അപ്പം ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2 and 3 ആർ അൺഡിസൈഡബിൾ പ്രോബ്ലംസ്. Consider the language L given by L is equal to 2nk such that k greater than 0 and n is non-negative integer number. Then the minimum number of states of finite automata which accept the language L is. അപ്പോൾ നമുക്കിവിടെ ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ആ ലാംഗ്വേജിലെന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്ന ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ നമ്പർ എന്നാണ് പറയുന്നത്. അതായത് n എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് എന്നിൻ്റെ വാല്യൂ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യും. ദെൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൈറ്റ് ഓട്ടോമേറ്റിൽ എത്ര മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിവിടെ എന്നിൻ്റെ വാല്യൂ 2 എന്നുള്ള വാല്യൂ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് L is equal to a⁻2k such that k greater than 0. ഇനി നമുക്ക് കേക്ക് വാല്യൂസ് കൊടുക്കണം. 1, 2, 3, 4 അങ്ങനെ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ a², a⁻4, a⁻6, a⁻8. അതായത് ഈവൻ നമ്പർ ഓഫ് എസ് എന്നുള്ള നമുക്കൊരു രീതിയിലൊരു സ്ട്രിങ്സ് കിട്ടും. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഈവൻ നമ്പർ ഓഫ് സ്ട്രിങ്സ് വേണ്ടിയിട്ടുള്ള ഫൈനൈറ്റ് ഓട്ടോമേറ്റൽ എന്ന് പറയുന്നത് മിനിമം 3 സ്റ്റേറ്റ്സ് വേണം. ദെൻ ഇനി നമ്മൾ എന്നിൻ്റെ വാല്യൂ 3 ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് സ്ട്രിങ്സ് എന്ന് പറയുന്നത് a⁻3, a⁻6, a⁻9 അങ്ങനെയുള്ള സീരീസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് 4 സ്റ്റേറ്റുള്ള DFA ആയിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 സ്റ്റേറ്റ് DFA കിട്ടും. എന്നിൻ്റെ വാല്യൂ 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്റ്റേറ്റ് DFA കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ n ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദെൻ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് n+1 സ്റ്റേറ്റുള്ള DFA ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആണ്. കൺസിഡർ R to be any regular language and L1, L2 be any two context-free languages. Which one of the following is correct? നമുക്ക് തന്നിട്ടുണ്ട് R എന്നൊരു റെഗുലർ ലാംഗ്വേജ്, അത് L1 ആണ്. ദെൻ L2 എന്ന് പറയുന്നത് എനി ടു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് L1 യൂണിയൻ L2 മൈനസ് R ഈസ് കോണ്ടെക്സ്റ്റ് ഫ്രീ. നമുക്കറിയാം കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ് ക്ലോസ്ഡ് അണ്ടർ യൂണിയന് ക്ലോസ്ഡ് ആണ്, ബട്ട് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇൻ്റർസെക്ഷനും കോംപ്ലിമെൻറ്റിലും നോട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ യൂണിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് കിട്ടും. കോണ്ടെക്സ്റ്റ് ഫ്രീ മൈനസ് ആർ റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ഇവിടെ എന്ന് പറയുന്നത് സെറ്റ് നമ്മൾ കോംപ്ലിമെൻറ്റേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ആൻസർ എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിലും ആൻസർ എന്ന് പറഞ്ഞാൽ മേ ഓർ മേ നോട്ട് ബി കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കും. അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം, ഷുവറായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് അല്ല. ദെൻ ഓപ്ഷൻ ബി വരുവാണെങ്കിൽ L1 എന്ന് പറയുന്ന റെഗുലർ ലാംഗ്വേജ് ആണ്, R എന്ന് പറയുന്നതും ഒരു റെഗുലർ ലാംഗ്വേജ് ആണ്. അങ്ങനെ അതിൻ്റെ സെറ്റ് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ റെഗുലർ ലാംഗ്വേജ് തന്നെ ആയിരിക്കും കിട്ടുന്നത്, കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കത്തില്ല കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ഇൻകറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് L1 എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ. അതായത് നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് റെഗുലർ ആണെന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഓൾസോ കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കും. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് L1 ഇൻ്റർസെക്ഷൻ L2. ഇതും എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇൻ്റർസെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ 3 സി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ.
അതായത് ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ നമുക്ക് അതിനെ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്നും പറയാം. ബട്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിന് നമുക്ക് റെഗുലർ ആണെന്ന് പറയാൻ പറ്റത്തില്ല.